ശ്രീ ഇ അഫ്സൽ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇതിപ്പോ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നിലമ്പൂർ LDFന്റെ മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നാണ്. സ്വന്തം സിറ്റിംഗ് സീറ്റിൽ പോൾ പൊസിഷനിൽ നിന്ന് മത്സരിക്കാൻ LDFന് കഴിയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ അഫ്സലെ പിണറായി വിജയന് ജനങ്ങൾ നെഗറ്റീവ് മാർക്കിട്ടതാണെന്ന് അങ്ങ് സമ്മതിക്കുമോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ച ജനങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ജീവിതാനുഭവം കൊണ്ട് സ്വന്തം കൺമുമ്പിൽ വികസനം കണ്ട നിലമ്പൂരിലെ ജനങ്ങൾ, ക്ഷേമം കണ്ട നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിക്കും. നിങ്ങൾ ഈ പറയുന്ന കള്ളങ്ങളെ കള്ളങ്ങളായും സത്യങ്ങളെ സത്യങ്ങളായും തിരിച്ചറിയാനുള്ള നല്ല സാക്ഷരത കേരളത്തിലെ ജനതയ്ക്ക് ഇടതുപക്ഷ സർക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ നിലമ്പൂരിലെ വികസനം 1800 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. PV അൻവർ UDF സ്ഥാനാർത്ഥിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു 5-6 മാസം മുമ്പ് പറഞ്ഞതൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നറിയാൻ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇടതുപക്ഷത്തിനും അറിയാൻ ആഗ്രഹമുണ്ട്. ശരി, ആ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം അഷ്റഫ് അലി. PV അൻവർ UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് ഇന്നലെയും മിനിഞ്ഞാന്നുമാണെങ്കിൽ PV അൻവർ രാജിവെക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മരുമകനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ PV അൻവർ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇടതുപക്ഷത്തോടെ മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ അഫ്സൽ പറഞ്ഞു വികസനവും ക്ഷേമവും. രണ്ടിലും അട്ടർ ഫെയിലിയർ ആണ്. ദേശീയപാത ഇതാ കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരം പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പശ എടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസ് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വികസനത്തിന്റെ ഒരു കാര്യം. മറ്റൊന്ന് ക്ഷേമപ്രവർത്തനം. ആശാ വർക്കർമാർക്ക് 1000 രൂപ കൊടുക്കാനില്ല. അവിടെയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് 100 കോടി ചിലവഴിച്ചുകൊണ്ട് ആഘോഷ മാമാങ്കം നടത്തുന്നത്. ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. LDFന്റെ പ്രതിനിധി അഫ്സലിനോടാണ് ചോദ്യം. ഇവിടെ പ്രവർത്തിക്കുന്ന SFIയിലെയും DYFIയിലെയും പ്രവർത്തിക്കുന്ന ഭാവിയിലെ തലമുറക്കിനോട് മത്സരിക്കാൻ കഴിയില്ലേ? ഇവിടെ എന്നും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ? എന്തുകൊണ്ട് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് CPMന് അരിവാൾ ചുറ്റിക നഷ്ടത്തിൽ മത്സരിക്കുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ? ശരി, കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞു കൊടുക്കണേ. EMSന്റെ സർക്കാർ വന്ന കാലം മുതൽ, ആ സമയത്തെ തെരഞ്ഞെടുപ്പ് മുതൽ വലതുപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്നുള്ളത്. എന്നിട്ട് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കോട്ട കൊത്തളങ്ങളെ കോണിക്കും കൈപ്പത്തിക്കും മാത്രം വോട്ട് ചെയ്ത് പരിചയമുള്ള ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഇനിയും വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരീക്ഷിക്കും. ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാർ കൊണ്ടുവന്ന ഫണ്ടിൽ നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് വികസനത്തിന്റെ ഇതായി വന്നിട്ടുണ്ട്. നിങ്ങൾ അത് അടുത്ത വർഷം തന്നെ കൊണ്ടുവരുന്ന പറഞ്ഞത്, ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന പറഞ്ഞത്. നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് കൊണ്ടുവന്നത്? എത്ര ഫണ്ട് കൊണ്ടുവന്നു? പതിറ്റാണ്ടുകൾ ഭരിച്ച, പതിറ്റാണ്ടുകൾ മന്ത്രിയായി സേവിച്ച ഒരു വ്യക്തി നിലമ്പൂരിൽ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 9 കൊല്ലത്തിനിടക്ക് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ബൈപ്പാസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് പോലെ, ജയിൽ യാഥാർത്ഥ്യമാകുന്നത് പോലെ, ഇവിടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ നിലമ്പൂരിന്റെ സ്വപ്നവും ബൈപ്പാസും യാഥാർത്ഥ്യമാകും. ഈ നിലമ്പൂരിന്റെ വികസന പ്രവർത്തനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കാൻ പറ്റും, കാണാൻ പറ്റൂല. പിന്നെ കാണാൻ പറ്റുന്ന ഒരു ഫ്ലക്സ്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞില്ലേ, PV അൻവർ MLA ഈ CPMമായി ഇടഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിലമ്പൂരിലെ വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ് എന്ന്. അല്ല, ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്താരോ PV അൻവർ ആണ് എന്ന്. അപ്പൊ വികസന പ്രവർത്തനം നടക്കില്ല എന്ന് വ്യക്തമല്ലേ? അത് കറക്റ്റാണ്. അതെ അതെ. ഇവിടെ ഞാൻ വന്നപ്പോ UDFന്റെ ഒരുപാട് പേരുണ്ട്. സ്വമേധയാ അല്ല, ഞാൻ വരാത്തായിരിക്കും നിങ്ങളെ അനുകൂലിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വികസനം ഫ്ലക്സിൽ മാത്രമുള്ളൂ പറഞ്ഞു. അതിൽ സത്യമല്ലേ? ചില കാര്യങ്ങൾ വായിക്കാം. എടക്കര മരുത റോഡ് 12 കോടി ആരാ നവീകരിച്ചത്? പാലാട് മാമാങ്കർ റോഡ് 7 കോടി ആര് ചെയ്തു? ഇങ്ങനെ 23 റോഡുകളായി
290 കോടി 75 ലക്ഷം ഇവിടെ ഇടതുപക്ഷം നടത്തിയ വികസന നോണാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. മാത്രമല്ല ശ്രീ ടി പി അഷ്റഫ് അലി പഴയ MSF നേതാവാണല്ലോ. ശ്രീ ടി പി അഷ്റഫ് അലി ഈ നിലമ്പൂരിൽ MSFന്റെ പ്രവർത്തനമായി പോകുമ്പോ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അയ്യന്റെ മോനെ, ഇനി ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ സുവർണകാലമാണ്. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. LDFന്റെ പ്രതിനിധിയോടാണ് LDFന്റെ പ്രതിനിധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നതെന്ന്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരുകാർ കാണുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളുടെ വികസനം എവിടെ എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇന്ന് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. റേഷൻ അരി പോലുമില്ല. ധൈര്യമുണ്ടെങ്കിൽ CPM ഇവിടെ ചിഹ്നത്തിൽ മത്സരിക്കട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവർക്ക് ചിഹ്നമില്ല. എണീറ്റ് വരണ്ടേയിരുന്നു. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടിടത്ത് ഞങ്ങൾ മത്സരിക്കും. സ്വാതന്ത്ര്യം നിർത്താൻ വേണ്ടി തീരുമാനിച്ച അതും ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ഇന്റേണൽ മാറ്റർ ഞങ്ങളത് ചെയ്തോളാം. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വീടില്ലാതെ അലയുന്ന, മഴ പെയ്താൽ മഴ കൊണ്ടിരുന്ന, നല്ല വെയിലേറ്റ് കിടന്നിരുന്ന മനുഷ്യർക്ക് കയറി കിടക്കാൻ 2500ഓളം പേർക്ക് കൂര നൽകിയത് ഇടതുപക്ഷമാണ്. എന്തോ എങ്ങനെ ഈ മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേര് മാറ്റി സ്വന്തം പദ്ധതികളാക്കുന്ന തട്ടിപ്പാണ് ഈ നടക്കുന്നത്. ഇതുവരെ ദേശീയപാത അവരിലായിരുന്നു. ഇപ്പൊ ദേശീയപാത ദേശീയപാത ബോർഡിയുടേതാണ് സംബന്ധിച്ചു. വീടുകൾ കെട്ടിക്കൊടുത്തത് വീടുകളൊക്കെ കെട്ടിക്കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേര് മാറ്റി ഇവിടെ പുതിയ കുപ്പായമിട്ട് ഇറക്കുന്ന പദ്ധതിയാണ് ഇവർക്ക്. 2016 UDFന്റെ മന്ത്രിസഭ അവസാനിക്കുന്ന സമയത്ത് 35 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി അവിടെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ആ ആളുകൾക്ക് അവിടെ സ്ഥലം അക്വിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 1 രൂപ 9 വർഷമായി LDF അനുവദിച്ചിട്ടില്ല. ഓരോ ബഡ്ജറ്റിലും 100 കോടി, 2016 100 കോടി, 2017 200 കോടി, അവസാനം 220 കോടി ഇതാ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ അനുവദിച്ചു. അങ്ങനെ ഫ്ലെക്സ് ബോർഡുകളിൽ 1000 കോടി ക്ലബിൽ കയറിയ കേരളത്തിലെ ഏക വികസന പ്രൊജക്ട് നിലമ്പൂരിലേതാണ്. അഫ്സൽ നേരത്തെ പറഞ്ഞൊരു കാര്യം, 18 മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയെന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഞാൻ ഇയാളോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മന്ത്രി അന്നത്തെ തോമസ് ഐസക്ക് നിയമസഭയിൽ, അഭിലാഷനും അറിയുമായിരിക്കും, നിയമസഭയിൽ അത് പറഞ്ഞത് 3 മാസം എന്നുള്ളതാണ്. അത് തോമസ് ഐസക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്, അതിന് രേഖയുണ്ട്. ഞാൻ അഫ്സലിനോട് സാക്ഷിയെടുത്തുകൊണ്ട് ആ രേഖ അഫ്സലിന് കൈമാറും. അങ്ങനെയാണെങ്കിൽ അഫ്സൽ ആ പറഞ്ഞതിന് മാപ്പ് പറയുമോ? ആരോട്? ഞങ്ങൾ കയ്യിൽ രേഖയും കൊണ്ടല്ല നടക്കാറ്. ഇപ്പോൾ ആ പ്രതിനിധിക്ക് 1 മിനിറ്റ് നാടിന്റെ വികസനം പറയണമെങ്കിൽ മൊബൈൽ നോക്കി പായമ്പാട് റോഡ് 3 കോടി, പുല്ലുകൾ റോഡ്, ഞങ്ങളുടെ വികസനം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന് പോലെ മൊബൈൽ എഴുതി വെക്കണ്ട. നിലമ്പൂരിലെ ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ധാരണ ഉണ്ടാകും നിങ്ങൾ മുഖം കാട്ടി ഞാൻ ഭയപ്പെടുന്നുള്ളത്. അങ്ങനെ ഭയപ്പെടുന്ന ആളല്ലോ. അങ്ങനെ ഗസ്റ്റുകളൊന്നും കാണിക്കണ്ട. ഭയപ്പെടുത്താൻ ഇത് കണ്ണൂരല്ല, നിലമ്പൂരാണ്. രാഷ്ട്രീയം കൊണ്ട് ഭയപ്പെടുത്താൻ ഇത് കണ്ണൂരല്ല, ഇത് മതേതരത്വ മണ്ണായ നിലമ്പൂരാണ്. ഇത് പിണറായി വിജയന്റെ കണ്ണൂരല്ല. കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.